അയ്യോ, ഇതെന്തു ചൂടാ! ഈ ചൂട് സഹിക്കാൻ വയ്യേ. ഞാനിപ്പോ ഈ ചൂടിൽ ഒരുക്കി തീരുമേ. വെറുതെ എന്തിനാ ഇങ്ങനെ കുട്ടികളെ പറഞ്ഞു പറ്റിക്കുന്നത്? കുറച്ചു നേരം കഴിഞ്ഞ് എന്ത് ചെയ്യാനാ? ഞാൻ കഴിഞ്ഞ മാസമേ പറഞ്ഞതല്ലേ ഒരു ഫാൻ വാങ്ങി വെക്കാൻ. കേട്ടില്ല. ഫാൻ വാങ്ങിക്കാൻ എന്റെ കയ്യിൽ എവിടുന്ന കാശ്? ഞാൻ ആ മലയാളനോട് കുറച്ച് കാശ് കടമായി ചോദിച്ചിട്ടുണ്ട്. വൈകുന്നേരം പറയാമെന്നാ പറഞ്ഞത്. അയ്യോ അച്ഛാ, വൈകുന്നേരം വരെ ഇങ്ങനെ ഇരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ അച്ഛാ, വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യ്. നീ വേഗം പോയൊരു കയറെടുത്തിട്ട് വാ. അയ്യോ, നിങ്ങൾ എന്തിനുള്ള പുറപ്പാടാ? ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. നിങ്ങൾ പോയാ പിന്നെ ഞങ്ങൾക്കാരാ? അയ്യടാ, അവളുടെ ഒരു ആഗ്രഹം. ആത്മഹത്യ ചെയ്യാനല്ലടി മണ്ടൂസേ. നീ പോയി കയറെടുത്തിട്ട് വാ, വഴി ഞാൻ കാണിച്ചു തരാം. One, two, three. എങ്ങനെയുണ്ടടി ഭാര്യയെ? ഭയങ്കര ബുദ്ധി തന്നെ. പക്ഷെ ഇങ്ങനെ കറങ്ങി കറങ്ങി നിങ്ങളുടെ കാറ്റ് പോകുമോന്നാ എന്റെ പേടി. ഇന്നലെ ടിവി കണ്ട ബ്രിട്ടോയുടെ മാജിക് എന്ത് രസമായിരുന്നു. ഞാനും കണ്ടതാ. എന്താ മാജിക്? സത്യത്തിൽ ഇതൊക്കെ ഉള്ളതാണോ? കുറച്ചു കുട്ടികൾ. ഇന്നത്തെ കച്ചവടം ഇവിടാകാം. ബ്രിട്ടോയുടെ കയ്യിൽ ഒരു മാന്ത്രിക പീപ്പി ഉണ്ട്. എന്ത് ആഗ്രഹിച്ച പീപ്പി ഊതിയാലും ആ വസ്തു പ്രത്യക്ഷപ്പെടും. എന്തോ എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്കും. ഈ ലോകത്തെ ഒരേ ഒരു മാന്ത്രികൻ ഈ ലോകം സൃഷ്ടിച്ച ദൈവമാണെന്ന് സൺഡേ ക്ലാസ്സിൽ അച്ഛൻ പറഞ്ഞത് മറന്നുപോയോ? നിങ്ങൾ വിശ്വസിക്കണ്ട, ഞാനും എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ആന വരട്ടെ എന്ന് പറഞ്ഞ് ആ മാന്ത്രിക പീപ്പി ഊതിയതും അതാ നിൽക്കുന്നു ഒരു ഗംഭീരൻ ആന. ആ പീപ്പി കിട്ടിയിരുന്നെങ്കിൽ എന്തൊക്കെ ചെയ്യാമായിരുന്നു. അത് ശരിയാ. ഐസ്ക്രീം, കളിപ്പാട്ടങ്ങൾ, എനിക്ക് നിറയെ ബർഗർ. അപ്പൊ മാന്ത്രിക പീപ്പിയാണ് ഇവിടുത്തെ ചർച്ചാ വിഷയം. ഒന്നാഞ്ഞു പിടിച്ചാൽ കുറച്ച് കാശ് തടയാൻ ചാൻസ് ഉണ്ട്. ഒന്ന് ശ്രമിച്ചു കളയാം. ആ കളിപ്പാട്ടങ്ങൾ നല്ല ഇനം കളിപ്പാട്ടങ്ങൾ. ആനമയിലൊട്ടകം, യന്ത്രമനുഷ്യൻ, പന്ത്, പമ്പരം, പീപ്പി, മാന്ത്രിക പീപ്പി, മാന്ത്രിക പീപ്പി. അത് കേട്ടോ, മാന്ത്രിക പീപ്പി. നമ്മളിപ്പോൾ അതിനെപ്പറ്റി സംസാരിച്ച് നാവ് വായിലേക്ക് ഇട്ടതേ ഉള്ളൂ. അതെ ചേട്ടാ. ഹലോ പ്രീതി, റിച്ചു, വേണ്ട. അയാള് വെറുതെ പറയുന്നതാവും. തൽക്കാലം നിങ്ങൾ കുറച്ചു നേരം മിണ്ടാതിരിക്കും. അത് ശരിയാ. ആ മാന്ത്രിക പീപ്പി കിട്ടിക്കഴിഞ്ഞ് നിങ്ങൾ പറയുന്നത് പ്രത്യക്ഷപ്പെടുത്തി കാണിക്കുമ്പോൾ വിശ്വസിച്ചാൽ മതി. ശരി, ഞങ്ങളൊന്നും പറയുന്നില്ല. പറയൂ കുട്ടികളെ, എന്താ വേണ്ടത്? പന്ത്, പമ്പരം, പാവ. ചേട്ടന്റെ കയ്യിൽ മാന്ത്രിക പീപ്പി ഉണ്ടോ? ഉണ്ടോന്നോ? എന്ത് ചോദ്യമായത്? നിങ്ങൾ ടിവിയിലെ മാന്ത്രികൻ ബ്രിട്ടോയെ കണ്ടിട്ടുണ്ടോ? പിന്നെ ഒത്തിരി തവണ കണ്ടിട്ടുണ്ട്. പുള്ളിക്കാരൻ പീപ്പി വാങ്ങിയത് എന്റെ കയ്യിൽ നിന്നാ. ശരിക്കും? അതേന്നേ. ആകെ 2 പീപ്പി ഉണ്ടായിരുന്നു. അതിലൊന്നാ പുള്ളിക്കാരൻ വാങ്ങിയത്. അപ്പോൾ ഇനി ഒന്നോ?
ഇതാ നോക്കൂ, ഇവനാണ് രണ്ടാമൻ. എടിയേ, ഒന്ന് ഇവിടെ വരെ വന്നേ. ഞാനിവിടെ അല്പം തിരക്കിലാ. ഒന്ന് വേഗം വാ. നിങ്ങൾക്ക് എന്താ? എനിക്ക് അടുക്കളയിൽ 100 കൂട്ടം പണിയുണ്ട്. നീ അത് നോക്കിയേ. അതാണ് മാന്ത്രിക പീപ്പി. ദേ, ആ മനുഷ്യൻ കണ്ടുപിടിച്ചതാ. നമ്മൾ എന്താഗ്രഹിച്ചത് ഊതിയാലും അത് നമ്മുടെ മുന്നിലെത്തും. ഏ, ആണോ? ശ്ശോ, അത് കിട്ടിയിരുന്നെങ്കിൽ. പതുക്കെ, ഒച്ച വെക്കല്ലേ. അവരെന്താ പറയുന്നതെന്ന് കേൾക്കട്ടെ. ചേട്ടാ, ഈ പീപ്പി ഞങ്ങൾക്ക് തരുമോ? അയ്യോ മോളെ, ഇതൊന്നേ ഉള്ളൂ. ഇതെങ്ങനെയാ തരുന്നേ? അയ്യോ ചേട്ടാ, അങ്ങനെ പറയല്ലേ. ഞങ്ങൾ എത്ര രൂപ വേണമെങ്കിലും തരാം. കോൾ അടിച്ചെന്നാ തോന്നുന്നേ. റിച്ചു, നീ എന്തൊക്കെയായി പറയുന്നേ? ഓ, ഇവൻ എല്ലാം കുളമാക്കും. ജോബി, നീ ഇതിൽ ഇടപെടണ്ട. പ്ലീസ് ചേട്ടാ, ആ പീപ്പി ഞങ്ങൾക്ക് തരുമോ? ശരി, തരാം. എത്ര രൂപ തരും? 150 രൂപ. 150 രൂപയോ? ഇതേ മാന്ത്രിക പീപ്പിയാ. 150 രൂപയ്ക്ക് ഇതാ ഈ പ്ലാസ്റ്റിക് പീപ്പി തരാം. മതിയോ? പിന്നെ എത്ര രൂപയാ വേണ്ടത്? നിങ്ങൾ തന്നെ പറയൂ. 1000 രൂപ. അത് കുഴപ്പമില്ല. 1000 രൂപ തന്നാൽ പീപ്പി തരാം. പക്ഷേ ഇത് ഒറിജിനൽ പീപ്പി ആണെന്ന് ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? പണി പാളൂ. എന്താ ഒരു വഴി? ഞാൻ ഈ പീപ്പി ഉപയോഗിച്ച് ചില വിദ്യകൾ കാണിക്കാം. അപ്പൊ നിങ്ങൾക്ക് വിശ്വാസമാകുമല്ലോ. അത് മതി. ഗലി ഗലി ഗിലി ഗിലി മാന്ത്രിക പീപ്പി, വേഗം എനിക്കൊരു ആപ്പിളുതാ, ആപ്പിളുതാ. ഏറ്റെന്നാ തോന്നണേ. ഐസ്ക്രീം. ഓ, അവന്റെ ഐസ്ക്രീം. എനിക്ക് തിന്നാൻ വെച്ചിരുന്ന ആപ്പിളും കഴിച്ചിട്ട് ഇനി ഐസ്ക്രീം പോലും. ഇനിയില്ല. നിങ്ങൾ പറഞ്ഞതൊക്കെ തരണമെങ്കിൽ ആദ്യം പറഞ്ഞ കാശുതാ, എന്നിട്ടിത് വാങ്ങിക്ക്. നാളെ ഞാനിവിടെ തന്നെ കാണും. നിങ്ങൾ കാശുമായിട്ട് വാ. എങ്ങനെയെങ്കിലും നാളെ കാശ് കൊണ്ടുവന്ന് ആ പീപ്പി വാങ്ങണം. അത് ശരിയാ. എന്നിട്ട് വേണം എനിക്ക് നിറയെ ഐസ്ക്രീം കഴിക്കാൻ. ആദ്യം പീപ്പി കയ്യിൽ കിട്ടട്ടെ പക്രു. നിങ്ങൾ വരുന്നില്ലേ? നിങ്ങൾ പൊയ്ക്കോ, ഞങ്ങൾക്ക് ഇവിടെ ഒരാളെ കാണാനുണ്ട്. ശരി, അപ്പോൾ നാളെ കാണാം. അയാൾ ചതിയനാണ്. പ്രീതിയും റിച്ചുവും സഞ്ജുവും പക്രുവും എല്ലാം അയാളുടെ ചതിയിൽപ്പെട്ടു. അയാൾ ആ പ്ലാസ്റ്റിക് പീപ്പി വെച്ച് ആ കുട്ടികളെ നന്നായി പറ്റിച്ചു. അയാൾ ആ ആപ്പിൾ തൂവാലയ്ക്കടിയിൽ ഒളിപ്പിക്കുന്നത് ഞങ്ങൾ കണ്ടതാ. അതു ശരിയാ. എന്തായാലും നമ്മൾ പറഞ്ഞാൽ അവർ കേൾക്കാൻ പോകുന്നില്ല. സെറാഫിന് ഏതെങ്കിലും വഴി പറഞ്ഞു തരാനാകും. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം.
പ്രൈസ് ദി ലോർഡ് കൂട്ടുകാരെ. എന്താ സംഗതി? ഞങ്ങളുടെ കൂട്ടുകാരെ ഒരു കച്ചവടക്കാരൻ പറ്റിക്കാൻ ശ്രമിക്കുന്നു സെറാഫിൻ. ഒരു പ്ലാസ്റ്റിക് പീപ്പി കാട്ടി അത് മാന്ത്രിക പീപ്പി ആണെന്ന് പറഞ്ഞാ പറ്റിക്കുന്നത്. നിങ്ങൾ എന്റെ കയ്യിലൊന്ന് സ്പർശിച്ചേ. ഇതാണോ കാര്യം? ഇതിന് നമുക്ക് വഴിയുണ്ടാക്കാം. നിങ്ങൾ വിഷമിക്കേണ്ട കേട്ടോ. നിങ്ങളിങ്ങ് വന്നേ, ചെറിയൊരു ജോലിയുണ്ട്. ഇക്കാര്യം ഞങ്ങൾ ഏറ്റു. കൂട്ടുകാരെ, ഞാൻ നിങ്ങളെ വീട്ടിലെത്തിക്കാം. പ്രീതി, നാളെ നമ്മൾ എങ്ങനെ കാശ് കൊടുക്കും? ഞാനും അതിനെ പറ്റിയാ ചിന്തിക്കണേ. പപ്പയോട് ചോദിച്ചാലോ? പപ്പ നമ്മൾ പറയുന്നത് വിശ്വസിക്കില്ല. മാത്രമല്ല ഈ കാര്യത്തിന് പപ്പ കാശ് തരുമെന്നും തോന്നുന്നില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? പപ്പയോട് പറയാതെ പപ്പയുടെ പേഴ്സിൽ നിന്ന് അടിച്ചു മാറ്റിയാലോ? പപ്പ അറിയാതെയോ? അത് വേണോ? അല്ലാതെ പിന്നെ എന്തു ചെയ്യാനാ? പീപ്പി കിട്ടിയതിനു ശേഷം അത് ഉപയോഗിച്ച് നമുക്ക് പപ്പയുടെ കാശ് തിരിച്ചു കൊടുക്കാം. അത് നല്ല ഐഡിയ. കേട്ടു. അപ്പോൾ നമുക്ക് നമ്മുടെ ജോലി തുടങ്ങാം അല്ലേ? ഈ വേഷത്തിൽ നമ്മൾ ജോബിയും ജോളിയും ആണെന്നേ തോന്നൂ. അത് ശരിയാ. പക്ഷേ ഈ ശബ്ദം കൂടി മാറ്റണം. ഇപ്പൊ എങ്ങനെ? ശരിക്കും ജോബിയുടെ ശബ്ദം തന്നെ. ജോളി തന്നെ. പപ്പ ഉറങ്ങിക്കാണും. നമുക്ക് പോയി നോക്കിയാലോ? വാ, നമുക്ക് നോക്കാം. പ്രീതി, റിച്ചു, ജോബി, ജോളി, നിങ്ങളെന്താ ഈ സമയം ഇവിടെ? ഞങ്ങൾ ഒരു പ്രധാന കാര്യം പറയാൻ വന്നതാ. എന്താ കാര്യം? മാന്ത്രിക പീപ്പിയുടെ കാര്യമാ. എന്താ ജോബി കാര്യം? ഞങ്ങൾ നിങ്ങൾ പറഞ്ഞതിനെ പറ്റി ശരിക്കും ആലോചിച്ചു. നിങ്ങൾ പറഞ്ഞതുപോലെ അത് നമുക്ക് വാങ്ങിക്കാം. അതിന് അയാൾ പറഞ്ഞ പണം കൊടുക്കേണ്ടേ? അതിനുള്ള കാശ് ഞങ്ങളുടെ കയ്യിലുണ്ട്. ശരിക്കും? അതെന്നെ. അയ്യോ, എനിക്ക് സന്തോഷം കൊണ്ട് ഇരിക്കാൻ മേലേ. ശരിക്കും തുള്ളിച്ചാടാൻ തോന്നുന്നു. അപ്പോൾ നമുക്ക് നാളെ മാന്ത്രിക പീപ്പി കിട്ടുമല്ലേ? പ്രീതി, റിച്ചു, നമുക്ക് നാളെ കാണാം. താങ്ക് യു ജോബി, ജോളി. എന്താ ഇത്ര വലിയ ആലോചന? ഞാൻ ആ മാന്ത്രിക പീപ്പിയെ പറ്റി ആലോചിക്കുകയായിരുന്നു. അതിതുവരെ കളഞ്ഞില്ലേ? അത് കിട്ടിയിരുന്നെങ്കിൽ നമ്മുടെയും കുട്ടികളുടെയും എല്ലാ ആഗ്രഹങ്ങളും നടക്കും. അതെല്ലാം ശരിയാ. പക്ഷെ അയാൾ പറഞ്ഞത് കേട്ടില്ലേ? നമ്മുടെ കയ്യിൽ അത്രയും കാശ് വേണ്ടേ? നമുക്ക് നമ്മുടെ കയ്യിലുള്ള ധാന്യമണികൾ കൊടുത്തു നോക്കിയാലോ? എനിക്ക് തോന്നുന്നില്ല. മനുഷ്യനെ ധാന്യത്തേക്കാൾ പണമാണ് വലുത്. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ഇത് മതിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് നോക്കാം.
ശ്ശടാ, ഇത് എത്ര നേരമായി? ഇനി അവര് വരാതിരിക്കോ? വരും. വരണമല്ലോ, വരാതിരിക്കില്ല. ഓ, എന്നെ സമ്മതിക്കണം. ഒരു പ്ലാസ്റ്റിക് പീപ്പി ഉപയോഗിച്ച് ഞാൻ ഇന്ന് എത്ര കാശാ ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ധാന്യത്തിന് എന്തൊരു ഭാരം! ഇത് കൊടുത്താൽ അയാൾ തീർച്ചയായും പീപ്പി തരാതിരിക്കില്ല. ഇനി ഇവന്മാര് കാശ് കൊണ്ടുവരാതിരിക്കോ? അങ്ങനെങ്ങാനും സംഭവിച്ചാൽ? അങ്ങനെ സംഭവിച്ചാൽ ഒന്നുമില്ല. ഈ പീപ്പി ഞാൻ ഒരുത്തനും കൊടുക്കില്ല. ഇയാള് കാശ് തന്നെ വേണമെന്നാണല്ലോ പറയുന്നത്. എന്താ ചെയ്യുക? ചോദിച്ചിട്ടെടുത്താൽ മാത്രമല്ലേ കാശ് കൊടുക്കേണ്ടതുള്ളൂ. ഒരു കൈകൊണ്ട് വലിച്ചിട്ട് കാര്യമില്ല. തൽക്കാലം ഈ ധാന്യങ്ങൾ ഇതിനകത്തിരിക്കട്ടെ. വരുന്നുണ്ട് വരുന്നുണ്ട് വരുന്നുണ്ട്. ഇതിപ്പോ എവിടുന്ന് വന്നതാ? ചേട്ടാ, പീപ്പി കൊണ്ടുവന്നോ? അതൊക്കെ കൊണ്ടുവന്നു. ആദ്യം ഞാൻ പറഞ്ഞ കാശെടുക്ക്, എന്നിട്ടാവാം പീപ്പി. അതുപോരല്ലോ, 1000 രൂപ കൂടി വേണം. ഇത് തീരെ കുറവാ. പക്ഷേ ഇന്നലെ ഇത്രയും മതിയെന്നായിരുന്നല്ലോ ചേട്ടൻ പറഞ്ഞത്. അതൊന്നും എനിക്കറിയണ്ട. ഈ കാശിന് ഞാൻ പീപ്പി തരില്ല. ഇതേ വെറും പീപ്പി അല്ല, മാന്ത്രിക പീപ്പിയാ. ഞങ്ങളുടെ കയ്യിൽ ഇത്രയേ ഉള്ളൂ. അയ്യോ, അത് ശരിയാവില്ല. അയ്യോ ചേട്ടാ, അങ്ങനെ പറയല്ലേ. അയ്യോ ചേട്ടാ, പ്ലീസ്. ഈ കാശ് തന്നെ വളരെ കഷ്ടപ്പെട്ടാ കൊണ്ടുപോകുന്നത്. അയ്യോ രക്ഷിക്കണേ, ഞാനിപ്പോ ചാവുമേ. അയ്യോ, ആരോ അപകടത്തിൽ പെട്ടു. വാ, നമുക്ക് നോക്കാം. അയ്യോ, അതിപ്പോ മുങ്ങിച്ചാകും. നമുക്കിതിനെ രക്ഷിക്കാം. എങ്ങനെയും അത് സ്വന്തമാക്കണം. എന്റെ കുട്ടികൾക്ക് വേണ്ടി ഞാനത് ചെയ്യും. ചേട്ടാ, ഞങ്ങളുടെ കയ്യിൽ ആകെ ഇത്രയേ ഉള്ളൂ. അത് വേറൊന്നും തന്നെ ഇല്ല. പീപ്പി തന്നില്ലെങ്കിലും ഒരു ഐസ്ക്രീമെങ്കിലും താ ചേട്ടാ. ഒന്ന് മിണ്ടാതിരിയടാ. ഇനി അധികം കടുംപിടുത്തം പിടിച്ചിട്ട് കാര്യമില്ല. 1000 10 രൂപയ്ക്കുള്ള ഈ പ്ലാസ്റ്റിക് പീപ്പിക്ക് 1000 രൂപ തന്നെ ധാരാളം. ശരി, 1000 1000 കാശുക. ഇതാരാ ഇങ്ങനെ ഉറക്ക വാതിലിൽ മുട്ടുന്നത്? ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ വേണ്ടാത്ത പണിക്ക് പോകരുതെന്ന്. എന്നാലും എന്റെ മാന്ത്രിക പീപ്പി. ശബ്ദമുണ്ടാക്കല്ലേ, അവർ നമ്മളെ കാണും. വാ, നമുക്ക് ഈ മരത്തിന് പുറകിൽ ഒളിച്ച് അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് കാണാം. അയ്യോ, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഹായ്. എന്നാ ഞാൻ പോട്ടെ. നമുക്ക് ഇതിന്റെ ശക്തി പരിശോധിക്കാം.
ഇവിടെ മറിഞ്ഞിരുന്ന് നോക്കാം. മണ്ടന്മാർ, ഇന്നെല്ലാം നാണം കെടും. ജോബി, ജോളി, നിങ്ങൾ തന്നെ ചെയ്തു നോക്കൂ. ആര് ചെയ്താലും എനിക്ക് ഐസ്ക്രീം വേണം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ നന്ദി. സ്തോത്രം. യേശുവേ സ്തോത്രം. പ്രൈസ് ദി ലോർഡ് കൂട്ടുകാരെ, ഞാൻ ഇവിടെ തന്നെയുണ്ട്. ധൈര്യമായി ചെയ്തോളൂ. ഗലി ഗലി നിലി നിലി മാന്ത്രിക പീപ്പി. ഐസ്ക്രീം അല്ല, പാവ. അയ്യോ, എന്റെ ധാന്യസഞ്ചി. നിങ്ങൾക്ക് ഇപ്പോ സമാധാനമായല്ലോ. നമ്മുടെ കുട്ടികൾ കഴിക്കേണ്ട ധാന്യങ്ങളാ അവരുടെ കയ്യിലിരിക്കുന്നെ. ഇതെന്താ സാധനം? ഒരു കിഴി. ഇനി ഐസ്ക്രീം. ഗലി ഗലി ഗിലി ഗിലി മാന്ത്രിക പീപ്പി, വേഗം താ ഐസ്ക്രീം. ഇതെങ്ങനെ സംഭവിച്ചു? വീണ്ടും അല്ല, ഇനി ഇത് ശരിക്കും മാന്ത്രിക പീപ്പി തന്നെയാണോ? കണ്ടോ ചേട്ടാ, മാന്ത്രിക പീപ്പി തന്നതാ ഐസ്ക്രീം. അതെ, നിങ്ങൾ ആ പീപ്പി തിരികെ തരൂ. എനിക്കത് തിരികെ വേണം. അതെങ്ങനെ ശരിയാവും? ഞങ്ങൾ കാശ് തന്നതല്ലേ. അത് ശരിയാ. പിന്നെ എന്തിനാ ഞങ്ങൾ ഇത് തിരികെ തരുന്നത്? അല്ലല്ല, അതൊന്നും പറഞ്ഞാ പറ്റില്ല. എനിക്ക് ഈ പീപ്പി തിരികെ വേണം. ഇതാ നിങ്ങൾ തന്ന കാശ്. അത് ശരിയാവില്ലല്ലോ. ഇതിപ്പോൾ ഞങ്ങളുടേതാ. അതെ, ഈ വിലയ്ക്കൊന്നും പീപ്പി തരാനാകില്ല. പിന്നെ എത്ര വേണം? 2000 രൂപ. ജോബി, ജോളി, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? നിങ്ങൾ ചുമ്മാതിരിക്കി. രൂപ തന്നാൽ പീപ്പി തരാം. തരാം തരാം. ഇതാ 2000. ജോബി, ജോളി, നിങ്ങൾ എന്തു പണിയാ കാണിച്ചത്? അവരുടെ കാശല്ലേ, അതുകൊണ്ട് എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ. എന്തായാലും മണ്ടത്തരമായി പോയി. അത് ശരിയാ. അതുണ്ടായിരുന്നെങ്കിൽ എനിക്ക് എന്തൊക്കെ കഴിക്കാൻ പറ്റുമായിരുന്നു. നിങ്ങൾ ഇനി ഒന്നും പറയണ്ട. സത്യമാ പ്രീതി, അത് മാന്ത്രിക പീപ്പി അല്ല. അപ്പോ ഐസ്ക്രീം വന്നതോ? അത് ഞങ്ങൾ വീട്ടിൽ നിന്നും കൊണ്ടുവന്നതാ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എല്ലാം ഞങ്ങൾ മനസ്സിലാക്കി തരാം. ആദ്യം ഞാൻ തൂവാല നിലത്ത് വിരിച്ചു. ശേഷം വലതു കൈകൊണ്ട് പീപ്പി ഉയർത്തി. അപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ പീപ്പിയിലാണ്. അപ്പോൾ എന്റെ ഇടതു കൈകൊണ്ട് ഞങ്ങൾ കൊണ്ടുവന്ന ഐസ്ക്രീം രഹസ്യമായി തൂവാലയ്ക്കടിയിൽ വെച്ചു. ഇപ്പൊ മനസ്സിലായോ? കഴിഞ്ഞില്ല, ഇനിയുമുണ്ട്. ഞങ്ങളുടെ കൂടെ വാ, കാണിച്ചു തരാം. ഓ എന്റെ ദൈവമേ, നിനക്ക് നന്ദി. ഹായ് ഹായ്, മാന്ത്രിക പീപ്പി, മാന്ത്രിക പീപ്പി. രൂപ പോയാലെന്താ? മാന്ത്രിക പീപ്പി അല്ലേ കയ്യിൽ. ഇത് വെച്ച് 2000 അല്ല, 2 ലക്ഷം രൂപ ഞാൻ ഉണ്ടാക്കും. പിന്നെ ഈ പ്ലാസ്റ്റിക് പീപ്പി വെച്ചല്ലേ? ഇത് വെച്ച് ഒത്തിരി കാശുണ്ടാക്കണം. ജാലവിദ്യകൾ കാട്ടി വലിയ ജാലവിദ്യക്കാരനാകണം. അയ്യോ, ആലോചിക്കുമ്പോ തന്നെ കുളിര് കോരുന്നു. കുറച്ചാളുകൾ വരുന്നുണ്ട്. ആദ്യത്തെ ജാലവിദ്യ അവരുടെ മുന്നിലാകാം. നല്ല കാശും വാങ്ങിക്കാം. അതെ, മാന്ത്രിക പീപ്പി,
നിങ്ങൾ വിചാരിക്കുന്നതെന്തും ഇവൻ നിങ്ങളുടെ മുന്നിലെത്തിക്കും. ഒന്ന് പോടോ, കള്ളത്തരം പറയാതെ. ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. അയ്യടാ, നിങ്ങൾ പറയും പോലെ അങ്ങനെ വെറുതെ കാണിക്കാനൊന്നും പറ്റില്ല. ആദ്യം കാശുതാ, പിന്നെയാകാം മാന്ത്രിക പിപിയുടെ ജാലവിദ്യ. ശരി, കാശ് തരാം. പക്ഷെ ഞങ്ങൾക്ക് മാന്ത്രിക പിപിയുടെ ജാലവിദ്യ കാണണം. സമ്മതിച്ചു. അത് മാത്രമല്ല, ഞങ്ങൾ പറയുന്നത് വരുത്തി കാണിച്ചു തരണം. അതും സമ്മതിച്ചു. വല്ല കള്ളത്തരവും കാണിച്ച് പറ്റിക്കാനാ പരിപാടിയെങ്കിൽ തല്ലുകൊള്ളും, ഓർത്തോ. അതൊന്നും വേണ്ടി വരില്ലെന്നേ. ഗലി ഗലി ഗിലി ഗിലി മാന്ത്രിക പിപി, സദ്യ വരട്ടെ, സദ്യ വരട്ടെ. ഇങ്ങനെ സംഭവിക്കാത്തതാണല്ലോ. ചിലപ്പോ മന്ത്രം മാറിക്കാണും. ഒന്നുകൂടി നോക്കിയാലോ. ഗലി ഗലി ഗിലി ഗിലി മാന്ത്രിക പിപി, സദ്യ വരട്ടെ. പണി പാളി. കിട്ടിയ കാശുമായി സ്ഥലം വിടുന്നതാ നല്ലത്. അയ്യോ അയ്യോ അയ്യോ, എന്നൊന്നും ചെയ്യല്ലേ. മാന്ത്രിക പിപി അല്ലേ, പ്ലാസ്റ്റിക് പിപി ആണ്. ഇനി ഞാൻ ആരെയും പറ്റിക്കില്ലേ, പറ്റിക്കില്ലേ. ഞങ്ങൾ പറഞ്ഞില്ലേ, അത് വെറും പ്ലാസ്റ്റിക് പീപ്പിയാ. ഇപ്പോൾ അത് ശരിക്കും മനസ്സിലായി. കാശും പോയേനെ. എന്തായാലും നമ്മൾ രക്ഷപ്പെട്ടു. പ്രലോഭനങ്ങളിൽ അകപ്പെടാതിരിക്കുക. കഷ്ടപ്പെടാതെ, വിയർക്കാതെ, നേടുന്നതും നേടാൻ ആഗ്രഹിക്കുന്നതും ശാശ്വതമല്ല.